പെട്ടെന്ന് ഒന്ന് വിചാരിക്കാം, ഒന്ന് കുഴഞ്ഞു വീഴുന്ന പോലെ കാണിക്കാമെന്ന് കുഴഞ്ഞങ്ങ് വീഴും. ശരിക്കും 9 ദിവസം ICUലൊക്കെ കിടന്നതിന് ശേഷമാണ് തിരിച്ചെത്തിയത്. മരിച്ചിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങളെല്ലാം ചിന്തിച്ചു കാണും അല്ലേ? ക്യാപ്ഷനിൽ കണ്ടപ്പോൾ പല ആളുകൾക്കും ആ ഒരു സംശയം ഉണ്ടായി കാണും. ശരിക്കും നമ്മുടെ ഹൃദയം നിന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഓരോ ഓർഗൻസ് ആയിട്ട് നശിച്ചു പോകും. കരൾ നശിച്ചു പോകും, അതുപോലെ വൃക്ക നശിച്ചു പോകും, നമ്മുടെ മസ്തിഷ്കം ബ്രെയിൻ നശിച്ചു പോകും. അങ്ങനെ ഓരോ ഭാഗമായിട്ട് നശിച്ചു പോകുമ്പോഴാണ് ഒരാൾക്ക് മരണം സംഭവിക്കുന്നത്. ഈ ഹൃദയം സ്റ്റോപ്പ് ആയതിന് പല കാരണങ്ങളുണ്ടാവും. ഒരു പാമ്പ് കടിച്ചാൽ ആ വിഷം ശരീരത്തിലെത്തിയാൽ ഹൃദയം നിന്നു പോകാം. അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ്, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലോ, വിഷങ്ങൾ, അത് അടിഞ്ഞുകൂടിയാൽ മരണം ഉണ്ടാവാം. ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ മരണം ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ഹാർട്ട് സ്റ്റോപ്പ് ആവാൻ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഏതോ ഒരു കാരണം ഹാർട്ട് നിന്നുപോയിരിക്കുക, നിന്നുപോയി ഓരോ ഓർഗനായിട്ട് നശിച്ചു പോവുകയാണ്. ഈ സമയത്ത് ഒരാൾ വന്ന് നമ്മുടെ പൾസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് പ്രോമിനൻ്റ് ആയിട്ടൊരു ബോണുണ്ട്, ആ എല്ല് തൊട്ട് നോക്കുമ്പോൾ ഏറ്റവും തള്ളിയിരിക്കുന്ന ഒരു എല്ല്, ആ എല്ലിൻ്റെ സൈഡിലായിട്ട് 2 വിരൽ വെച്ച് അമർത്തിയാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയമിടിപ്പ് അറിയാൻ പറ്റും. അതിനാണ് കരോട്ടിഡ് പൾസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് ഇവിടെ അറിയാൻ പറ്റും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അറിയിക്കണം, നിങ്ങൾക്ക് പൾസ് ഇല്ലെന്നാണ് അർത്ഥം. അങ്ങനെ ഒരിക്കലും വരില്ല. അപ്പോൾ ഈ ടോക്ക് കേൾക്കുന്ന എല്ലാ ആൾക്കും പൾസ് ഉണ്ട്. അപ്പോൾ നോക്കാൻ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പോൾ ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പൾസ് കിട്ടുന്നുണ്ടെങ്കിൽ പൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി കുഴഞ്ഞു വീണ് ഒരു വ്യക്തി നമ്മളിങ്ങനെ പൾസ് നോക്കുമ്പോൾ പൾസ് ഇല്ലെങ്കിൽ ആ വ്യക്തി ശരിക്കും മരിച്ചു എന്നാണ് എഴുതുന്നത്. ഉടനെ മരിച്ചു എന്ന് പറയാം. പക്ഷെ നമുക്ക് ജീവനിലോട്ട് തിരിച്ചു വരാൻ കുറച്ച് സമയം ബാക്കിയുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് കാർഡിയോ പൾമനറി റെസിസ്റ്റേഷൻ, അല്ലെങ്കിൽ CPR എന്ന് വിളിക്കും. നിങ്ങൾക്ക് അറിയാലോ, സിനിമയിലൊക്കെ കണ്ടു കാണും. ഇങ്ങനെ കൈ ഇങ്ങനെ കോർത്തി ഈ ഭാഗം നെഞ്ചിൽ അമർത്തുന്ന രീതിയിൽ വളരെ സ്പീഡിൽ നെഞ്ചിൽ അമർത്തി കഴിഞ്ഞാൽ പൾസ് തിരിച്ചു കിട്ടുന്ന ഒരു മാർഗം. അപ്പോൾ ഇങ്ങനെ പൾസ് നഷ്ടപ്പെട്ട സമയവും പൾസ് തിരിച്ചു കിട്ടിയ സമയവും പല ആളുകൾക്കും വ്യത്യാസപ്പെടാം. 10 മിനിറ്റ് കൊണ്ട് കിട്ടാം, ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ട് കിട്ടാം, ചിലപ്പോൾ 20 മിനിറ്റ് കൊണ്ട് കിട്ടാം. 24 മിനിറ്റ് എടുത്ത് കിട്ടിയ ഒരു യുവതി, ലോറൻസ് കാനഡി എന്നുള്ളൊരു യുവതിയാണ്, അമേരിക്കൻ സ്വദേശിയായിട്ടുള്ളൊരു യുവതിയാണ്. അവർ ഇതുപോലെ പൾസ് നഷ്ടപ്പെട്ട് പൾസ് തിരിച്ച് കിട്ടാൻ ഏകദേശം 24 മിനിറ്റ് എടുത്തു. ഈ 24 മിനിറ്റിൽ അവർക്കുണ്ടായ എക്സ്പീരിയൻസ് പല പുസ്തകമായിട്ടും അതുപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ അവരൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയുണ്ടായി. അത് ഒത്തിരി ആളുകൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഒന്ന് എന്ന് പറയുമ്പോൾ പൾസ് നഷ്ടപ്പെട്ട വ്യക്തിയെ നമുക്ക് ജീവനിലോട്ട് തിരിച്ചു വരാൻ എന്ത് ചെയ്യണം? കാർഡിയോ പൾമനറി റെസിസ്റ്റേഷൻ ചെയ്യണം. കൈ ഇങ്ങനെ കോർത്തി നെഞ്ചിന്റെ നടുക്കായിട്ട് വളരെ സ്പീഡിൽ അമർത്തുക എന്നുള്ളതാണ്. ഹാർട്ടിനെ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയാണ്. ഹാർട്ട് ചെയ്യുന്ന അതേ പ്രവർത്തനം നമ്മൾ കൈ കൊണ്ട് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഹാർട്ട് സങ്കോചിക്കുകയും എല്ലാ ഓർഗനിലോട്ട് ബ്ലഡ് എത്തുകയും ചെയ്യും. അത് ഹാർട്ട് റീസ്റ്റാർട്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തോ ഒരു കാരണമാണ്, പാമ്പിന്റെ വിഷം കാരണം എന്തോ ഒരു കാരണം ആ താളം തെറ്റി നിന്നു പോയതാണ്. അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ വഴി ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ CPR ചെയ്ത് കഴിയുമ്പോൾ പല ആളുകളും ഇങ്ങനെ എൻ്റെ അടുത്തൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പൾസ് നഷ്ടപ്പെട്ടതിന് ശേഷം അവർക്ക് തോന്നിയതെന്നുള്ളത്. അപ്പം ഈ ഒരു ലേഡി ലോറൻസ് കാനഡി ശരിക്കും 9 ദിവസം ICUലൊക്കെ കിടന്നതിന് ശേഷമാണ് തിരിച്ചെത്തിയത്. ഇവർക്ക് ജീവൻ കിട്ടാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ പൾസ് നഷ്ടപ്പെട്ട ഉടനെ ഭർത്താവിന് CPR അറിയായിരുന്നു. അപ്പോൾ ഭർത്താവ് ഉടനെ തന്നെ CPR ഒരു 4 മുതൽ 5 മിനിറ്റ് എന്തോ കൊടുത്തു. ആ സമയം കൊണ്ട് ആംബുലൻസ് അവിടെ വരികയും അപ്പോൾ തന്നെ ആ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുകയും ഹോസ്പിറ്റലിൽ പിന്നെ വെന്റിലേറ്ററിലൊക്കെ കിടത്തി 9 ദിവസം ICU കിടന്നതിന് ശേഷമാണ് പുള്ളിക്കാരി പുറത്തു വന്നത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസിൽ അവർ പറയുന്നത് ഒരു ടണലിലൂടെ അവർ പാസ്സായി പോകുന്നുള്ള ഒരു ഇരുട്ടുള്ള ഒരു ടണലിലൂടെയാണ് അവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നത്. അങ്ങ് അറ്റത്ത് ഒരു വെളിച്ചം പോലെയൊക്കെ കാണുന്നുണ്ടെന്ന്. ഇത് ഞാൻ പല ആളുകളും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പല പേഷ്യൻസും നമുക്കിതുപോലെ CPR കൊടുത്ത് പൾസ് തിരിച്ചു കിട്ടുന്നുണ്ട്. ഒത്തിരി പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 100 പേഷ്യൻസിന് മുകളിൽ ഞാൻ ഇങ്ങനെ വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അതായത് CPR കൊടുക്കുന്നു, പൾസ് തിരിച്ചു കിട്ടുന്നു, ജീവനിലോട്ട് തിരിച്ചു വരുന്നു. അതായത് മരിച്ച വ്യക്തിയെ ശരിക്കും ജീവൻ കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ പൾസ് തിരിച്ചു കിട്ടുകയാണ്. നമ്മൾ കൈയെടുത്താൽ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മൾ ചോദിക്കാറുണ്ട്, പരിചയമുള്ള ഒത്തിരി ആളുകൾ നമ്മൾ ക്ലോസ് ആയിട്ടുള്ളിടത്തൊക്കെ നമ്മൾ ചോദിക്കും, എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. പല ആളുകളും പല രീതിയിലാണ് പറയുന്നതെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് ഒരു ടണലിലൂടെ, ഒരു ഇരുണ്ട ഒരു ടണലിലൂടെ ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ചില ആളുകൾ പറയുന്നത് അതിൻ്റെ അറ്റത്ത് കുറച്ച് വെട്ടം പോലെ കാണുന്നുണ്ടായിരുന്നു എന്നാണ് ചില ആളുകൾ പറഞ്ഞത്. ഇനി ചില ആളുകൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു ബോഡിയിൽ നിന്ന് ഇറങ്ങി വെളിയിൽ നിൽക്കുന്നത് പോലെ തോന്നിയെന്ന് ചില ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ കുറച്ച് ആളുകൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു പീസ് അല്ലെങ്കിൽ ഒരു കാം ഫീലിംഗ്, വളരെ ശാന്തത അനുഭവിച്ചു എന്നാണ്. ഈ ഒരു ടൈം പീരീഡ് വളരെ ശാന്തത അനുഭവിച്ചു എന്നും ചില ആളുകൾ പറയും. പിന്നെ ചില ആളുകൾ പറയുന്നത്
വളരെ വെട്ടം, ഭയങ്കര വെട്ടം, ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള വെട്ടമാണ് ആ ഒരു ടൈം പീരീഡ് അവർ കണ്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ബുക്കുകളൊക്കെ പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നടന്ന എല്ലാം വളരെ ക്വിക്കായിട്ട് അവർക്ക് ഇങ്ങനെ ഫ്ലാഷ് ഓഫ് സ്ക്രീൻ പോലെ ഇങ്ങനെ വന്ന് മാറിപ്പോയി. ഇങ്ങനെ 5 എക്സ്പീരിയൻസ് ആണ് കോമൺ ആയിട്ട് ആളുകളെല്ലാം പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് ഈ ഒരു പൾസ് നഷ്ടപ്പെട്ട് പൾസ് കിട്ടുന്ന ആ ഒരു ടൈം പീരീഡ് ഒരു ഇരുണ്ട ഒരു ടണലിലൂടെ ഇങ്ങനെ പാസ്സായി പോകുന്നു, അറ്റത്തൊരു വെട്ടം. ഇതാണ് മിക്ക ആളുകളും പറയുന്നത്. ഇവർക്ക് ഏകദേശം 24 മിനിറ്റ് ആണ് ഇവർക്ക് CPR കൊടുത്ത് ഇവർക്ക് പൾസ് തിരിച്ചു കിട്ടിയത്. ശരിക്കും 40 മിനിറ്റിൽ പൾസ് തിരിച്ചു കിട്ടിയ വ്യക്തികളെയും എൻ്റെ എക്സ്പീരിയൻസിലുണ്ട്. ഞാൻ അമൃതയിലുണ്ടായിരുന്ന സമയത്ത് ഒരു വ്യക്തി ഇതുപോലെ വെള്ളത്തിലോട്ട് മറിഞ്ഞു വീണു. ഫിറ്റ്സ് വന്നിട്ട് വെള്ളത്തിലോട്ട് മറിഞ്ഞു വീണു. നീന്താൻ അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് വെള്ളത്തിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് അവിടുന്ന് വെളിയിൽ നിന്ന് തന്നെ CPR സ്റ്റാർട്ട് ചെയ്ത് അമൃതയെ കൊണ്ടുവന്നു. ഒരു 20 മിനിറ്റ് കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു പൾസ് തിരിച്ചു കിട്ടില്ല. സത്യമായിട്ടും ഞാൻ വിചാരിച്ച. പക്ഷെ കുറച്ച് നേരം കൂടെ പൾസ് CPR കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്തു. 45-ാമത്തെ മിനിറ്റിലോ 40നും 45-ാമത്തെ മിനിറ്റിലുമാണ് അദ്ദേഹത്തിന് പൾസ് തിരിച്ചു കിട്ടുന്നത്. വെന്റിലേറ്ററിൽ ഒരു 4 ദിവസം കിടന്നു. അതിനുശേഷം അയാൾ കണ്ണ് തുറന്നു. ഞങ്ങളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വന്ന് എന്നെ കണ്ടിട്ടാണ് അവർ പോയത്. അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മുടെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പേഷ്യൻസിനോട് നമ്മൾ ചോദിക്കാറുണ്ട്. ഒരു അമ്മ ഉണ്ടായിരുന്നു ഇതുപോലെ, ഒരു മോനും അതുപോലെ ഒരു അമ്മയും മാത്രമുള്ളൊരു വീടാണ്. അമ്മ ഇതുപോലെ പൾസ് നഷ്ടപ്പെടുകയും മോൻ CPR സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന്, ഇത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ പൾസ് തിരിച്ചു കിട്ടി. ആ അമ്മ ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാണ്. ആ വീഡിയോ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. കുറേ നാൾ മുമ്പാണ് ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചായിരുന്നു, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞത്. അത് എനിക്കറിയില്ല എവിടെയാണെന്ന്, എൻ്റെ ഹാർഡ് ഡിസ്കിൽ എവിടെയെങ്കിലും കാണും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി കുഴഞ്ഞു വീണാൽ ആദ്യം തന്നെ CPR ചെയ്യാനായിട്ട് മറക്കരുത് എന്നുള്ള. ഇനി നമുക്ക് കുട്ടൻപിള്ളയുടെ ഒരു കഥ പറയാം. കുട്ടൻപിള്ള ശരിക്കും ഒരു പരിപാടിക്ക് പോയ സമയത്ത് കുട്ടൻപിള്ളയ്ക്ക് ഒത്തിരി ജോലി കിട്ടാനായിട്ട് തുടങ്ങി. അതായത് അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടൻപിള്ളി ഒരു മടിയനായതുകൊണ്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് ഒന്ന് വിചാരിക്കാം, ഒന്ന് കുഴഞ്ഞു വീഴുന്ന പോലെ കാണിക്കാന്ന് പറഞ്ഞ് കുഴഞ്ഞങ്ങ് വീണു. കുഴഞ്ഞങ്ങ് കിടപ്പായി. ഒന്നും അനങ്ങുന്നുമില്ല, ഒരനക്കമില്ല. എല്ലാവരും വന്ന് തട്ടി നോക്കി, വെള്ളം ഒഴിച്ച് നോക്കി, ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ CPR അറിയാവുന്ന ഒരു വ്യക്തി, ഒരു നല്ല മസിലുള്ളൊരു വ്യക്തി, നല്ല ജിമ്മായിട്ടുള്ളൊരു വ്യക്തി നേരെ നെഞ്ചിൻ്റെ പുറത്ത് കയറി എന്ത് ചെയ്തു, CPR കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പം അറിയാലോ, നെഞ്ചിൽ അമർത്തി കഴിഞ്ഞാൽ എന്താ വേദന. ഉടനെ തന്നെ കണ്ണങ്ങ് തുറന്ന് കണ്ണൊക്കെ തന്നെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. അപ്പം അറിയാലോ, എൻ്റെ ഐഡിയ ആയി പോയി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പറഞ്ഞിട്ട് എന്റെ ഐഡിയ ആയി പോയി, നിന്റെ ഐഡിയ നിന്നെ അതേ കഥ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ കുട്ടൻപിള്ളയുടെ കഥയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പൾസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നെഞ്ചിൻ്റെ നടുക്കായിട്ട് കൈ കോർത്ത് പിടിച്ച് എത്ര പ്രാവശ്യം അമർത്താൻ പറ്റുമോ അത്രയും സ്പീഡിൽ അമർത്തുക എന്നുള്ളതാണ് CPR എന്ന് പറയുന്നത്. ആ ഒരു ജീവൻ രക്ഷാ മാർഗം എല്ലാവരും പഠിച്ചിരിക്കണം. നമ്മൾ കുട്ടികൾ ഉൾപ്പെടെ പഠിച്ചിരിക്കണം. നമുക്ക് പല ജീവനുകളും രക്ഷിക്കാനായിട്ട് പറ്റും. അത് ഇപ്പോൾ ഏതെങ്കിലും വ്യക്തി ഇതുപോലെ അഭിനയിക്കുവാണെങ്കിൽ പോലും നമ്മൾ നെഞ്ചിൽ അമർത്തുമ്പോൾ ആ വേദന കാരണം അവൻ കണ്ണ് തുറക്കും, അല്ലെങ്കിൽ കൈ തട്ടി മാറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സംശയിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്തു തുടങ്ങുക. പൾസ് പോലും നോക്കേണ്ട ആവശ്യമില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ CPR ചെയ്യുക, പൾസ് തിരിച്ച് കിട്ടിക്കോളും. പല ആളുകൾക്ക് സംശയം ഉണ്ടാവും, വാരിയിലേക്ക് ഒടിഞ്ഞു പോയാൽ എന്ത് ചെയ്യും. വാരിയിലേക്ക് ഒടിഞ്ഞു പോയാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് രോഗിയെ മരണത്തിലോട്ട് പോകും. ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ വാരിയിൽ പൊട്ടിയാൽ പോലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് രക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.